ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മുത്തപ്പൻകാവിൽ നിന്ന് ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാവ്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കാവ് കാണാം കേട്ടോ അവിടെ. അപ്പോൾ മുത്തപ്പനൊക്കെ പൈസ വാങ്ങാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മളവിടെ പോകുമ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ നോയും അത് കണ്ടതിന് ശേഷം അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തൽക്കാലം ഇപ്പോൾ ഒരു ബലൂണ് മാത്രം അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ സ്ഥലം സെറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലമൊക്കെ ബൾബും എല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6:30, 6:45 അങ്ങനെ ആവാറായി കേട്ടോ. അപ്പോൾ നോയ് ചെയ്താൽ പിന്നെ ഒരേ കളി തുടങ്ങി. അവിടെ ഇരുന്നിട്ട് ഓടിക്കളിയാണ്. പിള്ളേരെല്ലാം കണ്ടോണ്ട് ഭയങ്കര സന്തോഷത്തിൽ കളിക്കുന്ന തിരക്കിലാണ്. പിന്നെ ഞാൻ നോയും കൂടെ ഒപ്പര ഒരേ നടത്തും. അവിടെ നിന്ന് ചന്തയൊക്കെ നോക്കി. പിന്നെ എൻ്റെ അമ്മ വന്നില്ല കേട്ടോ. അപ്പോൾ അമ്മേനൊക്കെ വെയിറ്റ് ചെയ്യാമെന്ന് അവിടെ നിന്ന്. അങ്ങനെ ഒരു 7:30 ആകുമ്പോഴേക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ നോയിന് വേഗം വിശക്കുന്നുണ്ടായിരുന്നു. നല്ലോണം വിശക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അവന് ചോറ് വാങ്ങിക്കൊടുത്തിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഒരു 9:30 നമ്മൾ തിരിച്ച് വന്നു കേട്ടോ. പിന്നെ പിറ്റേത്തെ ദിവസം രാവിലത്തെ നമ്മൾ പോയേ. അപ്പോൾ തിരുവപ്പനും ഉണ്ടായിരുന്നു, മുത്തപ്പനും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കലായിരുന്നു. അപ്പോൾ തിരുവപ്പൻ്റെ കയ്യിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് തിരുവപ്പനെ കണ്ടത് മുതലേ ഒരേ കരച്ചിലാട്ടോ. ആ കുഞ്ഞ് മാത്രമല്ല, എൻ്റെ മോനും അങ്ങനെ തന്നെ കേട്ടോ. തിരുവപ്പനെ കണ്ടതിന് ശേഷം ഇവനും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ചോറ് കൊടുക്കലൊക്കെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇവൻ കരഞ്ഞു തുടങ്ങിയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ തിരുവപ്പനെ പൈസ കൊടുക്കാനൊക്കെ പറ്റിയില്ല. ഇവൻ കരഞ്ഞതുകൊണ്ട് വേഗം തിരിച്ചു വരേണ്ടി വന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.